സംഘപരിവാറും ബി.ജെ.പിയും പറയുന്നത് ജനങ്ങൾ മുഖവിലക്ക് പോലും എടുക്കുന്നില്ല എന്നതിൻ്റെ പുതിയ തെളിവ് പുറത്തു വന്നു. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ തന്നെ ബി.ജെ.പിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വലിയൊരു ക്യാമ്പയിനുണ്ട്. അത് ശബരിമലയിൽ കാണിക്ക ഇടരുത്, അരവണ വാങ്ങരുത്, പണം ഒരു തരത്തിലും അവിടെ ആവശ്യമില്ല, അവിടെ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന പണം മുഴുവൻ മാർക്സിസ്റ്റുകാർ ഖജനാവിലേക്ക് കൊണ്ടുപോവുകയാണ്, സർക്കാർ ഖജനാവിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഒരു നയാ പൈസ പോലും കാണിക്കയിടരുത് എന്നായിരുന്നു ബി.ജെ.പിയുടെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ. ശബരിമലയിലേക്ക് വരുന്ന ബസ്സുകളിൽ കയറി അവർ പ്രസംഗിക്കുമായിരുന്നു. അവർ സംഘടനാ തലത്തിൽ ദക്ഷിണേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് സംബന്ധിച്ച് ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ എല്ലാം പൂർണ്ണമായും തള്ളി ജനങ്ങൾ എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അദ്ദേഹം പുറത്തുവിട്ട കണക്കുകളുണ്ട്. അത് ഇങ്ങനെയാണ്: ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെ വരുമാനത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പി.എസ്. പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ 82 കോടിയുടെ അധിക വരുമാനം ലഭിച്ചു. ഇതുകൂടാതെ കാണിക്ക, അരവണ വിൽപ്പന എന്നിവയിലൂടെയും അധിക വരുമാനം വർദ്ധിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ ക്യാമ്പയിൻ, ബി.ജെ.പിയുടെ ക്യാമ്പയിൻ, ആർ.എസ്.എസിന്റെ പ്രചാരണം പൂർണ്ണമായും തള്ളുകയാണ് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിൽ ഇത്തവണ അധികമായി എത്തിയത്. കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ 4 ലക്ഷത്തോളം ഭക്തരാണ്, തീർത്ഥാടകരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത്. നവംബർ 15 മുതൽ ഡിസംബർ 26 വരെയുള്ള 41 ദിവസത്തെ മണ്ഡലകാലത്ത് 297 കോടി രൂപയുടെ വരുമാനം ദേവസ്വം ബോർഡിന് ലഭിച്ചു. 41 ദിവസത്തെ മണ്ഡലകാലത്ത് 297 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 215 കോടി രൂപയായിരുന്നു. അരവണ വിൽപ്പനയിലൂടെയാണ് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. കഴിഞ്ഞ സീസണിനേക്കാൾ 22 കോടിയുടെ അരവണ അധികമായി വിറ്റു. കാണിക്കയായി 80 കോടിയിൽ പരം രൂപ ലഭിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. കാണിക്കയുടേത് എന്നതായിരുന്നു ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രചാരണം. ബസ്സുകളിൽ കയറി അവർ പ്രസംഗിച്ചു. അവരുടെ സംഘടനാ തലത്തിൽ എല്ലാ യോഗങ്ങളിലും അവർ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ക്യാമ്പയിനാണ്, വലിയ പ്രചാരണമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. ശബരിമലയിൽ പോയാൽ കാണിക്കയിടരുത്, കാണിക്കയിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോകുന്നത് മാർക്സിസ്റ്റുകാരാണ്, അവർ ദൈവ നിഷേധികളാണ്, ശബരിമലയെ തകർക്കാനാണ് മാർക്സിസ്റ്റുകാർ, CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നയാ പൈസ കാണിക്ക ഇടരുത് എന്നതായിരുന്നല്ലോ ഇവരുടെ ഏറ്റവും വലിയ പ്രചാരണം, സംഘപരിവാറിന്റെ പ്രചാരണം. അത് പൂർണ്ണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ തവണ കാണിക്കയായി 80 കോടിയിൽ പരം രൂപ ലഭിച്ചു. 13 കോടിയുടെ വർധനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. 13 കോടി രൂപയുടെ വർധനവ്. ഈ മണ്ഡലകാലത്ത് എത്തിയ ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. 32.5 ലക്ഷത്തോളം പേരാണ് ഇത്തവണ ദർശനം നടത്തിയത്. 32.5 ലക്ഷത്തോളം പേർ. കഴിഞ്ഞ തവണ ഇത് 28 ലക്ഷം മാത്രമായിരുന്നു. സ്പോട്ട് ബുക്കിങ്ങിലൂടെയും പുല്ലുമേടിലൂടെയും സന്നിധാനത്ത് എത്തിയവരുടെ എണ്ണവും കൂടി. കഴിഞ്ഞ തിങ്കളാഴ്ച മകരവിളക്കിനായി ശബരിമല നട തുറന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനുവരി 20-ന് നട അടയ്ക്കുമ്പോൾ ആകെയുള്ള വരുമാനം ഇനിയും വർദ്ധിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ അറിയിപ്പാണ് പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശബരിമല കേന്ദ്രീകരിച്ച് ബി.ജെ.പി വലിയ പ്രചാരണത്തിന് തുടക്കമിട്ടിരുന്നു. ഉത്തരേന്ത്യയിൽ അയോധ്യ, അത് എങ്ങനെ ബി.ജെ.പിയെ സഹായിച്ചു, അതേപോലെ ദക്ഷിണേന്ത്യയിൽ ശബരിമല ബി.ജെ.പിയെ സഹായിക്കും. ശബരിമല ഒരു സുവർണാവസരമാണ്, അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് ബി.ജെ.പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിൽ അതൊരു സുവർണാവസരമായി ഉപയോഗിക്കണം എന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് ബി.ജെ.പി യോഗത്തിൽ പറഞ്ഞത്. അതിൻ്റെ ക്ലിപ്പിംഗ് എന്ന് വെച്ചാൽ പറയുന്നതിൻ്റെ ബൈറ്റ് പുറത്തു വന്നതും അത് വലിയ ചർച്ചയായതും നാം കണ്ടതാണ്. അങ്ങനെ സുവർണാവസരമായി ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ വളരാനുള്ള സുവർണാവസരം ശബരിമലയിൽ നിന്ന് തുടങ്ങണം എന്നായിരുന്നു ബി.ജെ.പി നേതൃത്വം, സംഘപരിവാർ നേതൃത്വം പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടത് കാണിക്ക ഇടാതിരിക്കുക. ഒരു നയാ പൈസ പോലും കാണിക്കയായി നിക്ഷേപിക്കരുത്. കാരണം അയ്യപ്പന് പണം ആവശ്യമില്ല. ആ പണം മുഴുവൻ പോകുന്നത് മാർക്സിസ്റ്റുകാരുടെ കയ്യിലേക്കാണ്, മാർക്സിസ്റ്റ് സർക്കാരിലേക്കാണ്. അതവർ ദുരുപയോഗം ചെയ്യുകയാണ്. ആ പണം എടുത്ത് പള്ളികൾക്ക് കൊടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രചാരണം. അതുകൊണ്ട് തന്നെയാണ് കാണിക്കയിടരുത് എന്ന് പറയുന്നത് എന്നായിരുന്നു BJP സംഘപരിവാർ നേതാക്കൾ പറഞ്ഞു നടന്നത്. എന്നാൽ അതെല്ലാം കള്ളപ്രചാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ കൂടുതൽ ശബരിമലയിലേക്ക് വരുന്നു. ശബരിമലയിൽ ഇത്തവണ തീർത്ഥാടനം എല്ലാവരും അഭിനന്ദിച്ചു. പ്രതിപക്ഷ നേതാവ് BJP നേതാക്കൾ വി മുരളീധരൻ പറഞ്ഞു ഏറ്റവും നല്ല സംഘാടനമായിരുന്നു ഇത്തവണ നടന്നത് എന്ന്. കാരണം കുളം കലക്കാൻ ഇത്തവണ ആരെയും അനുവദിച്ചില്ല. കൃത്യമായി സന്നിധാനത്ത് എത്തി തിരിച്ചു പോകുന്നു എന്ന് ഉറപ്പാക്കിയിരുന്നു. ആരെയും സന്നിധാനത്ത് തമ്പടിക്കാൻ അനുവദിച്ചിരുന്നില്ല. പുറത്തുനിന്ന് ഒരാളെയും, ആവശ്യമില്ലാത്ത ഒരാളെയും അവിടെ എവിടെയും നിൽക്കാനോ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനോ അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അപ്പോൾ സന്നിധാനത്തേക്ക് തിരിച്ചയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇത്തവണ ഉണ്ടായിരുന്നില്ല. എല്ലാം സുഗമമായി ഇതുവരെ മുന്നേറി, ഇനിയും സുഗമമായി മുന്നേറും. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വരുമാനം ഇത്തവണ ലഭിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സമാധാനത്തിന്റെ അടയാളമായി ശബരിമല മാറിയിട്ടുണ്ട്. കുത്തിത്തിരിപ്പുകൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് സംഘപരിവാറുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങോട്ട് നോക്കാൻ, അങ്ങോട്ട് പോകാൻ സംഘപരിവാറുകാർ തയ്യാറായില്ല. പോയാൽ തിരിച്ചടി ലഭിക്കുമെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയെ അവർ ദ്രോഹിക്കാതിരുന്നത്, അല്ലെങ്കിൽ ശബരിമലയിലേക്ക് അവർ പോകാതിരുന്നത്. ശബരിമലയെ ദക്ഷിണേന്ത്യയിലെ അയോധ്യ മാറ്റാനുള്ള സംഘപരിവാർ ഗൂഢാലോചന അത് പൂർണ്ണമായും ജനങ്ങൾ തന്നെ തകർത്തു കൊടുക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടത്.